എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമുക്ക് അമിതഭാരമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? നോട്ടം കൊണ്ട് മനസ്സിലാക്കാനാവോ? ചില ആളുകളെയൊക്കെ നമുക്ക് നോട്ടം കൊണ്ട് മനസ്സിലാവും അല്ലേ? എന്നാൽ എല്ലാ ആളുകളെയും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് അല്ലേ? നമ്മുടെ ഫോൺ ഉപയോഗിച്ച്, നമ്മുടെ ഫോണിലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലും വേഗത്തിലും നിമിഷ നേരം കൊണ്ട് നമുക്കത് കണ്ടുപിടിച്ചാലോ? അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിലവിലെ നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആഹാരശീലങ്ങളൊക്കെ വളരെ മോശമാണെന്നേ. നമ്മുടെ ജീവിത രീതിയും വളരെ മോശമാണ്. ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്ന് അമിതഭാരം കൂടുന്നു എന്നുള്ളതാണ്. ഭാരം കൂടുന്നു എന്നുള്ളതാണ്, നമ്മുടെ വെയിറ്റ് കൂടുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യമേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ, ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ഫോർമുല നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ചെറിയ ഒരു വീഡിയോ ആണ്. നമുക്കത് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് നമുക്കത് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഉയരത്തിനനുസരിച്ച് ആനുപാതികമായ ആരോഗ്യകരമായ ഒരു ശരീരഭാരമുണ്ട് ഓരോ വ്യക്തിക്കും. അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അത് കാണേണ്ടത് ബോഡി മാസ് ഇൻഡെക്സ് കാണുക എന്നുള്ളതാണ്. BMI കാണുക. അതെങ്ങനെയാണ് കാണുക? അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ബോഡി മാസ് ഇൻഡെക്സിനെ 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഏതായാലും സ്ക്രീനിൽ കൊടുക്കാം. ആ ചാർട്ട് നോക്കിയിട്ടാണ് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. അതായത് ബോഡി മാസ് ഇൻഡെക്സ് കാണുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ 18-ൽ താഴെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറവാണ് എന്നാണ് അർത്ഥം. 18-നും 25-നും ഇടയിലാണെങ്കിൽ സാധാരണ നിലയിൽ നോർമലാണ് നമ്മുടെ വെയിറ്റ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. 25-നും 30-നും ഇടയിലാണെങ്കിൽ നമുക്ക് ശരീരഭാരം കൂടുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് തന്നെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല 30-നും 35-നും 35-നും 40-നും 40-നും മുകളിലും ആണെങ്കിൽ അത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന കാറ്റഗറിയിലേക്ക് പോകും. അത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു വ്യക്തി, അയാളുടെ ശരീരത്തിൻ്റെ ഭാരം 67 കിലോഗ്രാം, ഉയരം 1.57 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബോഡി മാസ് ഇൻഡെക്സ് കാണുക? BMI = ശരീരഭാരം ഡിവൈഡഡ് ബൈ ഉയരത്തിൻ്റെ വർഗം. അതായത് ഉയരം m² കാണുക. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? 67 ഹരിക്കണം 1.57 ഇൻറ്റു 1.57. അതായത് ഉയരത്തിൻ്റെ വർഗം എന്ന് പറയുന്നത്, ഇവിടെ ഉയരം 1.57 ആണ്. അതിനെ ഒന്നുകൂടി അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ഉയരം 1.30 ആണെങ്കിൽ അതിനെ 1.30 ഇൻറ്റു 1.30 എന്ന് കാണുക. ഇനി അതല്ല 1.50 ആണെങ്കിൽ 1.50 ഇൻറ്റു 1.50 എന്ന് കാണുക. ഇവിടെ നമുക്ക് കിട്ടിയത് 67 ഹരിക്കണം 1.57 ഇൻറ്റു 1.57 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 67 ഹരിക്കണം 2.46 എന്നാണ് കിട്ടുന്നത്. അത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 27.23 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ BMI എന്ന് പറയുന്നത്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 27.23 ആണ്. ഇനി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. 25-നും 30-നും ഇടയിലാണ് വരുന്നത്. അയാൾക്ക് ശരീരഭാരം കൂടുതലാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്, ശ്രദ്ധിക്കണം എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണത് അല്ലേ? അത് 30-നും 35-നും ഇടയിലാണെങ്കിൽ ഗ്രേഡ് 1ലേക്ക് പോയി, 35-നും 40-നും ഇടയിലാണെങ്കിൽ ഗ്രേഡ് 2ലേക്ക് പോയി, 40-ന് മേലെയാണെങ്കിൽ ഗ്രേഡ് 3ലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരഭാരമെന്ന് മനസ്സിലാക്കുക. ബോഡി മാസ് ഇൻഡെക്സ് കാണുക എന്നുള്ളതാണ് നമുക്ക് ശരീരഭാരം കൂടുതലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. ഏതായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരഭാരവും ഉയരവും ആനുപാതികമായിട്ട് തന്നെയാണോ എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക. ജീവിതശൈലി രോഗങ്ങൾ, മറ്റു പല അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അതിന് കഴിയേണ്ടതുണ്ട്. സാധാരണ നമ്മുടെ വീട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, നമ്മുടെ വാഹനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ മറന്നു പോകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അത് പാടില്ല. നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് ശരീരത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു പുതിയ അറിവുമായിട്ട്, മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു അറിവ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു.